ഹായ്, അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പച്ചരി വെച്ചിട്ടുള്ളൊരു കിടില സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അതിനായിട്ട് ഞാൻ ഒരു 3 ഗ്ലാസ് നമ്മുടെ വെള്ളമൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഇല്ലേ, അതിലൊരു 3 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പുതിർത്തി വെച്ചതാണ്. എന്നിട്ട് ഞാനത് വെള്ളമൊക്കെ പോക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 3 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ്സിലും താഴെയായിട്ട് ഒരു 3/4 ഗ്ലാസോളം ചോറ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ജീരകവും ഏലക്കായില്ലേ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ പറയുക, ഫൈനായിട്ട് അരച്ചെടുക്കണം. നല്ല കട്ടിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ അരയ്ക്കുന്നത് ആ ഒരു കൺസിസ്റ്റൻസിയിലാണേ നമുക്കിത് വേണ്ടത്. ഇപ്പോൾ നോക്കിയതിപ്പോൾ ഞാൻ നല്ലോണം ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു സൈസായിട്ടാണേ നമുക്കിത് വേണ്ടത്. ഇപ്പം നല്ല തിക്കായിട്ട് തന്നെ നിന്നോട്ടെ ബാറ്റർ. ലൂസായാൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിതിപ്പോൾ ഒരു 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് പഴത്തിൻ്റെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ 3 ഗ്ലാസ്സിലല്ലേ അരി എടുത്തിട്ടുള്ളത്, അപ്പോൾ സെയിം 3 ഗ്ലാസ്സിൽ നേന്ത്രപ്പഴം ഇങ്ങനെ മുറിച്ചത് എടുക്കണം കേട്ടോ. നല്ല പഴുത്ത പഴം നോക്കി എടുത്തോ. നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. മറ്റുള്ള പഴം പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇത് കിട്ടുകയാണെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്തോളൂ. എന്നിട്ട് ഇതാ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഇങ്ങനെ നല്ലോണം അരച്ചെടുക്കുക. എന്നിട്ട് ഇതുണ്ടല്ലോ, ഈ മിക്സ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ അരിയുടെ മിക്സ് ഇല്ലേ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടും കൂടി നല്ല കട്ടിയിലുള്ള ബാറ്ററാണ് കേട്ടോ. ഇങ്ങനെ തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ വെള്ളമില്ലേ അതിങ്ങനെ ഉരുകി സെറ്റായി വരുന്നുണ്ട്. എന്നിട്ട് അതിങ്ങനെ അരിച്ചിട്ട് നമുക്ക് ഈ ബാറ്ററിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ആക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ ഇങ്ങനെ നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി അല്ലേ, അങ്ങനെയാണ് വേണ്ടത്. നമുക്ക് കോരി ഒഴിക്കാൻ പാകത്തിലുള്ള നല്ല ലൂസല്ല, എന്നാൽ പിന്നെ നല്ല കട്ടിയല്ല, അങ്ങനെ ഒരു ഇതിലായി കിട്ടിയാൽ മതി കേട്ടോ. നിങ്ങൾ അരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് തേങ്ങാപ്പാലാണ്. നല്ല ഫ്രഷ് തേങ്ങാപ്പാൽ, ഒരു 3 ടീസ്പൂൺ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. കൂടുതലായിട്ടൊന്നും വേണ്ട. തേങ്ങാപ്പാലും കൂടി ചേർക്കുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പോൾ ചേർത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങയില്ലേ, നമ്മുടെ തേങ്ങാക്കൊത്തും ചെറിയുള്ളിയും അതും കൂടെ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ഇടണം കേട്ടോ. ഇതിപ്പം തേങ്ങ ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചെറിയുള്ളി ഇട്ട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചെറിയുള്ളി പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇതിലോട്ട് ബാലൻസ് ചെയ്യണ്ടേ, മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇടുന്നത്. അത്രയൊക്കെ മതിയാവും കേട്ടോ. ജസ്റ്റ് ഒരു ബാലൻസ് കിട്ടിയാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് കുറച്ച് സോഡാപ്പൊടിയില്ലേ, അപ്പക്കാരം, അതും കൂടിയാണ്. അതും ഒരു 1/4 ടീസ്പൂണൊക്കെ മതിയാവേ. കൂടുതലായിട്ടൊന്നും വേണ്ട. നമ്മുടെ ഉള്ളൊക്കെ നല്ലോണം ഒന്ന് വേവായിട്ട് ആരെടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാനത് തേങ്ങയല്ലേ അതിങ്ങനെ മൂത്തിട്ട് അത് കോരിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ. ആ തേങ്ങയും ആ ചെറിയുള്ളിയില്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ അപ്പക്കാരമൊക്കെ എല്ലാ ഭാഗത്തും എത്തണം കേട്ടോ. അതുകൊണ്ട് നല്ലോണം ഒന്നിങ്ങനെ ഇളക്കി മിക്സ് ആക്കി കൊടുക്കണേ. ഇതിപ്പോൾ നോക്കിയേ, ഇങ്ങനെയൊരു ബാറ്ററാണ് നമുക്ക് കിട്ടിയത്. നല്ല ലൂസ് അല്ല, എന്നാൽ പിന്നെ നല്ല തിക്കും അല്ലാണ്ട് നമ്മുടെ കയ്യിൽ കൊണ്ട് കോരി വയ്ക്കുന്ന ആ ഒരു സംഭവമല്ലേ, അങ്ങനെ കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമ്മളെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ കുറച്ച് പച്ചരി ഇരിപ്പുണ്ടെങ്കിൽ 1 മണിക്കൂറൊക്കെ സോക്ക് ചെയ്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമ്മുടെ വൈകുന്നേര സമയങ്ങളിലൊക്കെ ഒരു മഴയൊക്കെ അല്ലേ, ഇപ്പം കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണേ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, നമുക്ക് ചൂടാം. അതിനായിട്ട് ഞാനതൊരു അപ്പച്ചട്ടിയിൽ അതാണ് വെച്ചേക്കുന്നത്. അത് ചൂടാകുന്ന സമയത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ ആക്കിയാൽ മതിയേ. എന്നിട്ട് ഒരു തവി ഞാനിതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെയിം ശ്രദ്ധിച്ചോളണം, സിമ്മിലിട്ടാൽ മതിയേ. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊരു 5 മിനിറ്റ് ഒന്നും വേണ്ട, അതിനുള്ളിൽ ഇത് ഒരു ഭാഗം നമുക്ക് വേവായി കിട്ടും കേട്ടോ. നിങ്ങൾ ഫ്ലെയിം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഒരു 3 to 4 ആ മിനിറ്റ് കൊണ്ട് വേവായി കിട്ടുക. ഇതിപ്പോൾ നോക്കിയേ, അടപ്പ് തുറന്ന് നോക്കുന്ന സമയത്ത് മേലെയൊക്കെ നല്ലോണം ഇങ്ങനെ വേവായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. 2 സൈഡും ഒന്ന് വേവിച്ച് കൊടുക്കണം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഒന്നും ആക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട്, ഒരു പരന്ന ഒരു കയ്യിൽ വെച്ചിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ അപ്പവും ഇങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ. നോക്കിയേ, ഞാനിപ്പോൾ അപ്പങ്ങളൊക്കെ ഇങ്ങനെ ചുട്ടെടുത്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ പരിപാടി വേഗം കഴിയും. നമുക്ക് എന്താ പറയുക, മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഇതിപ്പോൾ കാണുന്ന സമയത്ത് നമുക്ക് നെയ്യപ്പം പോലെയൊക്കെ തോന്നുന്നുണ്ട്.
നെയ്യപ്പമൊക്കെ ചുടുന്ന സമയത്ത് നമുക്ക് കുറേ വെളിച്ചെണ്ണയുടെ ഒക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഇതാകുമ്പം വെളിച്ചെണ്ണയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക നെയ്യപ്പത്തിൻ്റെ അപരം എന്നൊക്കെ പറയാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മുടെ ഇഷാൻ ഏതാ എടുത്തിട്ട് മുറിച്ചൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഇതാ ഉള്ളൊക്കെ നല്ലോണം ആരെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.